വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. വിച്ചുപോയ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പനി മാറി, കഫക്കെട്ട് മാറി തുടങ്ങുന്നു. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. സൗണ്ട് ഇപ്പോഴും പഴയ പോലെ അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ആളാണെന്ന് ഗസ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ കുളിച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അതുകാരണമാണ് ഹെയർ ഇങ്ങനെ വെറ്റായിട്ടിരിക്കുന്നത്. ഉണക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ എനിക്ക് ഉണക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് അങ്ങോട്ട് ചെയ്ത് ഉണക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ എൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ 1-2 ഷോർട്സിലെ കമൻറ്റ് കണ്ടു എൻ്റെ സ്കിൻ കെയർ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ തീരെ സ്കിൻ അധികം ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടൊരു റൊട്ടീനായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഒരു ലാസ്റ്റ് 2 മന്തായിട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നത് വളരെ കുറവാണ്. കല്യാണത്തിന് ശേഷം ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ ഞാൻ ചെയ്യേണ്ട എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ രാവിലെ ആണെങ്കിൽ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ മാത്രം, രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. വൈകിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യില്ല, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യില്ല, ബയർ സ്കിന്നായിട്ട് ഇറങ്ങിപ്പോട്ടെ, ലിപ്സ്റ്റിക്ക് മാത്രം അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ. ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. കാരണം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എല്ലാ തിരക്കും കഴിഞ്ഞു. എന്താ പറയുക, പഴയ ഒരു ലൈഫിലോട്ട് തിരിച്ച് വന്ന പോലെ തോന്നുക കേട്ടോ. കാരണം ഇത്രയും ഈ ഒരു 2 മാസം കല്യാണം കഴിഞ്ഞ് വിച്ചൻ്റെ കൂടെയുള്ള ലൈഫ്, അതുപോലെ തന്നെ ഓട്ടം, വിരുന്ന്, ഹണിമൂൺ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ പഴയ പോലെ വിച്ചു തിരിച്ചു പോയി. ഇനിയിപ്പോൾ എൻ്റെ ജോലി അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും ഞാൻ. പിന്നെ എല്ലാം പഴയ പോലെ. അപ്പോൾ സ്കിന്നൊക്കെ ഒന്ന് അപ്പോൾ ശ്രദ്ധിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ പോട്ടെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തത്. മോയ്സ്ചറൈസർ ഒന്ന് സെറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ ഒന്ന് സെറ്റായിട്ടാണ് ഞാൻ എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ. ഓക്കെ, ലിപ്പൊക്കെ നല്ല ഡ്രൈ ആണ് കേട്ടോ. കാരണം ഇവിടെ വിച്ചുള്ള സമയത്ത് AC ഇടും, നല്ലോണം AC ഇടും. അപ്പോൾ എനിക്ക് ഒട്ടും അങ്ങനെ AC പറ്റാറില്ല. ചില സമയത്ത് ഒട്ടും പറ്റില്ല, ചില സമയത്ത് ഓക്കെയാണ് ഭയങ്കര ചൂടുള്ളപ്പോൾ. ഇത് ചൂടില്ലാത്തപ്പോൾ AC ഇടുമ്പോൾ ഭയങ്കര എന്താ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ലിപ്പും സ്കിന്നും ഒക്കെ നല്ല രീതിക്ക് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ രാത്രി എന്താ പറയുക കിടക്കാൻ നേരത്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കിടക്കാൻ തുടങ്ങിയത് കേട്ടോ. മുന്നേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ അതൊന്നും അപ്ലൈ ചെയ്യില്ല. ഇപ്പോൾ മോയ്സ്ചറൈസർ ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ കിടക്കണത്. സ്കിന്ന് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവാനുണ്ട് കേട്ടോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട്. അപ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് മുടിയൊക്കെ ഒന്ന് ഉണക്കി കൊടുക്കാം. ഇവിടെ ഡ്രയർ ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ ഡ്രയർ എൻ്റെന്നല്ല, അത് എല്ലാവരുടെയും ഡ്രയറാണ്. കുക്കൂലി എൻ്റെ ചേച്ചിയുടെ ഒക്കെ ഡ്രയറാണ്. അതവിടെ വെച്ചു, ഞങ്ങൾ കൊണ്ടുവന്നില്ല. കാരണം കുക്കുവിനെ വീക്കിലി വൺസ് ഹെയറൊക്കെ വാഷ് ചെയ്യിപ്പിക്കുമ്പോൾ ഡ്രയർ എന്തായാലും വേണം. അപ്പോൾ പിന്നെ ഞാനതൊന്നും എടുത്ത് കൊടുത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ തോർത്തിട്ടൊക്കെയാണ് മുടി ഉണക്കുന്നത്. ഡ്രയർ തന്നെ വാങ്ങണം. യെസ്, നമുക്ക് ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിതിൽ ഏത് ലിപ്സ്റ്റിക്ക് ഇടുന്നുള്ളൊരു ഡൗട്ടിലാണ്. ഇതിലിപ്പോൾ കൂടുതലും എൻ്റെ അടുത്തുള്ളത് മെബ്ലൈനാണ്. പിന്നെ ഒരു മാക്കിൻ്റെ ഷെയ്ഡുണ്ട്, അതുപോലെ തന്നെ ഇൻസൈറ്റ് ഉണ്ട്, മാൾസ് ഉണ്ട്. ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഷെയ്ഡ്സ്. പിന്നെ വിച്ചു പോളൻ്റെ വരുമ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു സംഭവം, ഏത് ബ്രാൻഡൊന്നും അറിയില്ല, ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊരു ഭയങ്കര ന്യൂഡ് ഷെയ്ഡാണ്. എൻ്റെ ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര വാഷ് ഔട്ട് ചെയ്ത് കാണിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഇനി എന്തെങ്കിലും ലിപ് ലൈനറൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ടൈമില്ല. ഇപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. ചെറിയൊരു ഡൗട്ട്, ഇത് അപ്ലൈ ചെയ്യണോ എന്ന്. ഇത് അപ്ലൈ ചെയ്യാമല്ലേ? ഭയങ്കര ഓവറാവുമോ? ഇത് മതിയോ? ഇത് ഭയങ്കര ഇതിലേതൊന്നും അപ്ലൈ ചെയ്യാം. ഈ ഒരു ഷെയ്ഡ് കുറച്ച് അപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ തന്നെ മതിയായി, എനിക്കിത് വേണ്ട. ഇത് ഈ ഒരു ഡ്രസ്സിന് കൂടെ അത്ര മാച്ചില്ല. അപ്പോൾ ഞാൻ വെച്ചു ഇത് അപ്ലൈ ചെയ്യാമോ. ഞാനിപ്പോൾ അത് വൈപ്പ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. കാരണം ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ലിപ്സ്റ്റിക്കാണ്. വൈപ്പ് ചെയ്ത് പെട്ടെന്ന് പോവില്ല. ഇത് ഓക്കെ അല്ലേ? ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞു. ഞാൻ ഇനി എൻ്റെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. കാരണം സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ അപ്ലൈ ചെയ്താണ്. കൂടാതെ തന്നെ എൻ്റെ ഓയിലി സ്കിന്നാണ്. വെയിലത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒലിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ. ചില സമയത്ത് ഞാൻ ടാൽക്കം പൗഡറാണ് എടുക്കുക, ചില സമയത്ത് ഞാൻ കോമ്പാക്ട് പൗഡറാണ് എടുക്കുക. ഇത് കഴിയാറായി തുടങ്ങി. ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് 1.5 മാസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി മുടി ഉണക്കേ വേണ്ടു. ഞാൻ അതിൻ്റെ കണ്ണും അതുപോലെ തന്നെ മസ്കാരൊക്കെ എഴുതി അപ്ലൈ ചെയ്തിട്ട് വന്ന് നിൽക്കാൻ കേട്ടോ. സിന്ദൂരം തൊട്ടു. ഞാൻ ഇട്ടേക്കുന്നത് ട്രെൻഡ്സിന് മേടിച്ച ഒരു ടോപ്പാണ്. നല്ല കംഫർട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തേക്കുന്നത് ഒരു ട്രൗസർ പാൻ്റാണ്, മെറൂൺ കളർ കേട്ടോ.
കാരണം ഇതിന് മെറൂൺ വരുന്നുണ്ട്. ഞാൻ മെറൂൺ അങ്ങനെ ഞാൻ പറഞ്ഞ ആളിവിടെ എത്തിയിട്ടുണ്ട്. ആളെ മനസ്സിലായിട്ടുണ്ടാവില്ല എല്ലാവർക്കും. ഏകദേശം ഒരു 1.5-2 മാസമായിട്ട് ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഞങ്ങൾ അധികം അങ്ങോട്ട് മീറ്റ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മീറ്റ് ചെയ്തിരുന്നു, പക്ഷേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മന്ത്ലി ഉള്ള ഞങ്ങളുടെ ഈ ഒരു കറക്കം ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടാവും. കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്യാൻ കേട്ടോ, നീതു ചേച്ചി എവിടെ വെച്ചിട്ട്. എന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് ഡ്രസ്സ് മാറി. കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കോഡ് സെറ്റ് ഇടാന്നാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആൾ വന്നപ്പോൾ ഒരു ഫ്രോക്ക് ഇട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ വേഗം എൻ്റെ അടുത്തുള്ള ഒരു ഫ്രോക്ക് ഇട്ടിട്ടു. ഇതാണെങ്കിൽ ഞാൻ അങ്ങനെ വെയർ ചെയ്തിട്ട് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ഫ്രോക്കിനെ പറ്റി കുറേ പേര് ചോദിച്ചിരുന്നു. ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ, ലെഫ്റ്റിൽ അല്ലെങ്കിൽ റൈറ്റിലായിട്ട് ടാഗ് ചെയ്യാം. വീട്ടിൽ വന്നുകൊണ്ടാൽ നീതു ചേച്ചിക്ക് കുറച്ച് ജ്യൂസും അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിനുശേഷം കാറിലാണ് ഇന്ന് പോണത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാറിൽ ഇത്ര ലോങ് പോണത് കേട്ടോ. അന്ന് എൻ്റെ ബ്രൈഡ് ടൂബിക്ക് പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് ബീച്ച് വരെ. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഗുരുവായൂർ ടു തൃശ്ശൂർ കാറിൽ പോണത്. അത് ഞാൻ തന്നെയാണ് കേട്ടോ ഡ്രൈവ് ചെയ്തത് ഫുള്ള്. കാരണം മൂപ്പരാൾക്ക് ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ അറിയില്ല. സോ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തു. നമ്മൾ പോയത് നേരെ ശോഭ സിറ്റിയിലേക്കാണ്, ശോഭമാളിലേക്കാണ് കേട്ടോ. പിന്നെ അറിയാമല്ലോ, ഞങ്ങൾ കൂടിപ്പോയ ശോഭമാൾ അല്ലെങ്കിൽ തൃശ്ശൂരുള്ള വേറെ എവിടെയെങ്കിലും പോകുള്ളൂ. അതിന് കൂടുതൽ അങ്ങോട്ട് പോകാറില്ല. നമ്മൾ 1-2 വട്ടം നമ്മൾ കൊച്ചി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നെക്സ്റ്റ് ട്രിപ്പ് അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കൊച്ചി പോകാൻ നടക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിനി മാളിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ സൈഡിലായിട്ടൊന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചിലപ്പോൾ നമ്മൾ വരുന്ന ടൈമിൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ കാറിൽ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാറ് നമ്മൾ പാർക്ക് ചെയ്തു, അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തു. നമ്മൾ മാളിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. മാളിൽ എൻ്റർ ചെയ്തിട്ട് ഞാൻ താഴത്തുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ ഇങ്ങനെ ഫോണിൻ്റെ കേസൊക്കെ കിട്ടുന്ന ഒരു സ്റ്റോർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എനിക്കുള്ള ഒരു കേസ് നോക്കി കുറേ ആയി ഒരു കേസ് വാങ്ങണമെന്ന് വിചാരിക്കുന്നു. 1-2 ഉണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ കുറേയൊക്കെ നാശമായിട്ടോ. അതുമൊക്കെ എന്താ പറയുക, സിലിക്കോണിൻ്റെ കാരണം കുറേ പാനഡ വരയും ചളിയൊക്കെ ആയിട്ടൊക്കെ നാശമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കേസ് നോക്കി, പക്ഷേ നമ്മളവിടെ നിന്നൊന്നും വാങ്ങിയില്ല. അതിനുശേഷം നമ്മൾ ലൈഫ് സ്റ്റൈലിൽ പോയിട്ട്, ലൈഫ് സ്റ്റൈലിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. റേറ്റ് കുറവുള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ മാക്സിൽ പോയിട്ട് നമ്മൾ ഫുൾ ഒന്ന് റൗണ്ട് അടിച്ചു കേട്ടോ. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അങ്ങോട്ട് കറക്റ്റ് കിട്ടിയില്ല. പിന്നെ നീതു ചേച്ചി എന്തോ വാങ്ങി തോന്നുന്നു കേട്ടോ. ഞാൻ ഡ്രസ്സൊന്നും വാങ്ങിയില്ല. കാരണം ഇപ്പോൾ അടുത്ത് ഞാൻ കുറേ ഡ്രസ്സ് വാങ്ങി കൂട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ബർത്ത്ഡേ ആയിട്ടും എല്ലാവരും എനിക്ക് ഡ്രസ്സാണ് ഇപ്രാവശ്യം തന്നത്. അതുകൊണ്ട് കുറേ ഇടാത്ത ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും വാങ്ങിയില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി കളക്ഷൻസ് ആണ്. പിന്നെ ഇവിടെ കുറേ ഫ്രോക്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഫ്രോക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുൻപ് മാക്സിൽ കയറാറേ ഇല്ല. എനിക്ക് ഭയങ്കര റേറ്റ് ആവുമെന്നൊക്കെ വിചാരിച്ചിട്ട് എപ്പോഴും ഞാൻ സ്റ്റുഡിയോ ട്രെൻഡ്സിലാണ് പോകാറുള്ളത്. പക്ഷേ ഒരു ടൈം മാക്സിൽ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏകദേശം എല്ലാം ഒരേ റേറ്റ് തന്നെയാണെന്ന് കേട്ടോ. പിന്നെ മിനീസോയിൽ പോയി, മിനീസോ മൊമോസോ എന്തിലോ പോയി നമ്മളിതാ ഈ ഒരു സംഭവം വാങ്ങിയിട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിയതല്ല, എൻ്റെ ബർത്ത്ഡേക്ക് നീതു ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. മൂപ്പരാൾ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആ ഒരു ടൈം എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവമാണ് തന്നത്. എനിക്ക് തോന്നുന്നു ഇതിന് 1300 റുപ്പീസാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഇങ്ങനെ ഇതിൽ വെള്ളം കുടിക്കാം. പിന്നെ അതാ ഈ ഒരു പെൻഗ്വിനെ കണ്ടോ, ഇതെനിക്ക് വിച്ചു ടെഡി ഡേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് വാലൻറ്റൈൻസ് ഡേ സമയത്ത് ഒരു ടെഡി ഡേ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നല്ലോ. ആ ദിവസം എനിക്ക് വിച്ചു ഈ ഒരു പെൻഗ്വിനെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ കണ്ടു. അതിൻ്റെ വേറെ കുറേ കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് നാട്ടുരുചിയിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല കപക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എനിക്ക് തണുത്തതും അങ്ങനെ കുടിക്കാൻ പറ്റില്ല. ഞാൻ ചൂടുള്ളതൊക്കെയാണ് കൂടുതലും കുടിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ അവരോട് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു എനിക്ക് ഹോട്ട് വാട്ടർ വേണമെന്ന്. അങ്ങനെ അവരെനിക്ക് ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ ഒക്കെ തന്നു കേട്ടോ. അവർ ആദ്യം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പിന്നെ എനിക്ക് അവർ തന്നു. എൻ്റെ ചുമ കണ്ടവർക്ക് സഹിച്ചില്ല തോന്നുന്നു. അപ്പോൾ എനിക്ക് അവർ ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ ഒക്കെ തന്നു. പിന്നെ എൻ്റെ ബാഗാണ് കേട്ടോ സൈഡിലിരിക്കുന്നത്. ഞാൻ സവാനയിൽ നിന്ന് മേടിച്ച ബാഗാണ്. സവാനയിൽ നിന്ന് മേടിച്ച ബാഗാണ് കേട്ടോ. നല്ല ബാഗാണ്. നീതു ചേച്ചിയാണെങ്കിൽ അവിടെ പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. പിന്നെ നല്ല ഐസാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നു പറഞ്ഞില്ലേ, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വെള്ളയപ്പും അതുപോലെ തന്നെ ചിക്കൻ വരട്ടിയതായിരുന്നു. നീതു ചേച്ചി പുട്ടും അയിലക്കറിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡല്ല, നല്ല നാടൻ ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ രണ്ടുപേരും മെയിനായിട്ട് മന്ത്ലി ഇങ്ങനെ ഒരു ടൈം അല്ലെങ്കിൽ 2 ടൈമൊക്കെ മീറ്റ് ചെയ്യണത് ഇതുപോലെ നല്ല നല്ല ഫുഡ് കഴിക്കാനും പിന്നെ കുറേ വിശേഷങ്ങൾ പറയാനുമാണ് കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞിട്ടുള്ള കുറേ വിശേഷങ്ങൾ വിച്ചു പോയല്ലോ. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഭാവി പ്ലാൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു രണ്ടുപേരുടെയും. പിന്നെ നമ്മൾ കുറേ സംസാരിച്ചു, കുറേ ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ നീതു ചേച്ചിക്ക് ഞാൻ
കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. നമ്മൾ മെയിനായിട്ട് ഇതുപോലെ മീറ്റ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ, കുറേ സംസാരിക്കാൻ, കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തു. കാരണം ഇത്രയും ബ്രേക്ക് നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പരിചയപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3+ ഇയേഴ്സ് ആയിട്ടുണ്ട്. ഇത്രയും ബ്രേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. ഒരു 1.5 മാസമൊക്കെ നമ്മൾ എവിടെയും പോവാണ്ട്, ഔട്ടിങ്ങിനൊന്നും പോവാണ്ട് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈമാണ്. എന്തായാലും കുറച്ചധികം സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേയധികം സംസാരിച്ചു. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. നാട്ടുരുചി എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. നല്ല ഫുഡാണ് കേട്ടോ ഫുഡ് കോർട്ടിൽ. പിന്നെ നമ്മളിതാ താഴത്ത് റിവറിൻ്റെ അടുത്ത് വന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതെടുത്ത് കഴിഞ്ഞ് പോണതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ആ വെയിലത്താണ് ഞാൻ വെയിലത്തിറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട്. കാരണം ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 300 റുപ്പീസാണ് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിന് കാണുന്നത് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ. പിന്നെ നീതു ചേച്ചിക്ക് കാറിൽ ഇരുന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ചേച്ചിൻ്റെ കാറിലെത്തി ഈ ചേച്ചിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കൊടുത്തു. അത് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസ് നീ ചേച്ചിയാണ് ഡ്രൈവ് ചെയ്തതെന്ന്. അല്ല, ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ നീ ചേച്ചിനെ ഞാൻ ഡ്രോപ്പ് ചെയ്തു വീടിൻ്റെ അടുത്ത്. അങ്ങനെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോകാൻ. ഇനി ഞങ്ങളുടെ അടുത്ത മീറ്റ് എപ്പോഴാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഈ ഒരു വ്ളോഗ് അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഡേ ആയിരുന്നു. കാരണം ഞാനാണെങ്കിൽ വിച്ചു പോയ ചെറിയ വിഷമത്തിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. അപ്പോഴാണ് നീ ചേച്ചി പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും ഈ ഒരു ഡേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലോണം ഞാൻ ഹാപ്പി ആയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.